നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തട്ടുകടയുടെ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്താണ്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഈ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും അതുപോലെ കോട്ടയം നഗരസഭയുടെയും നേതൃത്വത്തിൽ തട്ടുകടകളിലും ഹോട്ടലുകളിലും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. എന്നാൽ ആ പരിശോധനയ്ക്കൊന്നും ഈ കാഴ്ചകൾ എത്തിയിട്ടില്ല. കാരണം രാത്രികാലങ്ങളിൽ കൂടുതലായും ആളുകൾ തട്ടുകടകളെ ആശ്രയിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ തട്ടുകട പ്രവർത്തിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇതിനോട് ചേർന്ന് ഈ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത് ഈ സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നതാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് രാത്രികാല കാഴ്ചകളാണ്. അവിടെ വൃത്തിഹീനമായി കിടന്ന ഡെസ്കുകളും ബെഞ്ചുകളും പാത്രങ്ങളും ഉൾപ്പെടെ രാത്രിയിൽ കഴുകുകയോ വൃത്തിയാക്കുകയോ പോലും ചെയ്യാതെ അതിലാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ പാചകം ചെയ്തു തരുന്നത്. ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. കോട്ടയം കുമരകം പരിപ്പ് 900 ഷാപ്പിൽ ഒരാൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയോളം പിന്നിടുകയാണ്. ഇതിന് പിന്നാലെയാണ് കോട്ടയം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും കോട്ടയം നഗരസഭയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ വരെ നടന്നു. എന്നാൽ നഗരസഭയുടെയും മറ്റുദ്യോഗസ്ഥരുടെയും മൂക്കിന് തുമ്പിലല്ല കണ്ണിന് മുമ്പിലാണ് ഈ കാഴ്ചകളെല്ലാം നടക്കുന്നത്. പിന്നെയും എന്തുകൊണ്ട് ഇവർക്കെതിരെയൊന്നും യാതൊരു നടപടിയും നഗരസഭയുടെയും മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല? മനുഷ്യരെ വെറും പട്ടികളായി മാത്രം കാണരുത്, മറിച്ച് ജീവനുള്ള മനുഷ്യരായി കൂടി കണ്ടാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരാവുന്നതാണ്. എന്തായാലും ഈ കാഴ്ചകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികളുടെ മുമ്പിൽ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.